ജ്ഞാനായ സഭയിൽ അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ സമവായമായി. ജ്ഞാനായ അസോസിയേഷൻ ഭരണഘടനാ യോഗം മുൻനിശ്ചയപ്രകാരം 21 തന്നെ നടക്കും. അന്ത്യോക്യ പാത്രിയാർക്കീസ് അപ്രേം രണ്ടാമനുമായി സമുദായ മെത്രാപ്പോലീത്ത മാർ സെബേറിയോസ് കുര്യാക്കോസ് നടത്തിയ ചർച്ചയിലാണ് അസോസിയേഷനുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനമുണ്ടായത്. ഭരണഘടനയിൽ പാത്രിയാർക്കീസുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ അസോസിയേഷൻ പരിഗണിക്കില്ല. പാത്രിയാർക്കീസിന്റെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട 2 വ്യവസ്ഥകൾ തുടരും. സമുദായ മെത്രാപ്പൊലീത്ത മാർ സേവേറിയോസ് ചർച്ചയിൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. നിർദ്ദേശത്തിന് പാത്രിയാർക്കീസ് അനുമതി നൽകി. മറ്റു ഭേദഗതി നിർദ്ദേശങ്ങൾ അസോസിയേഷൻ പരിഗണിക്കും. പാത്രിയാർക്കീസിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്ന കരട് ഭേദഗതികൾ അസോസിയേഷന്റെ പരിഗണനയിലുണ്ടായിരുന്നു. ഇതിനെതിരെ സഭയിലെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തുവന്നു. യാക്കോബായ വിഭാഗവും എതിർപ്പ് അറിയിച്ചു. അസോസിയേഷൻ കൂടാനുള്ള തീരുമാനം പിൻവലിച്ച് വിശദീകരണം നൽകാൻ പാത്രിയാർക്കീസ് സമുദായ മെത്രാപ്പൊലീത്തയ്ക്ക് ഈ മാസം 11-ന് കൽപ്പന നൽകി. തീരുമാനം പിൻവലിച്ച മാധ്യമങ്ങളിൽ പരസ്യം നൽകണമെന്നതടക്കമുള്ള ശാസനകളാണ് നൽകിയത്. 17-നകം വിശദീകരണം നൽകാനും നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സമുദായ മെത്രാപ്പൊലീത്ത പാത്രിയാർക്കീസുമായി ചർച്ച നടത്തിയത്. ജ്ഞാനായ സഭയിൽ പാത്രിയാർക്കീസ് പരിധിവിട്ട് ഇടപെടുന്നതായുള്ള പരാതികളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണഘടനാ ഭേദഗതി നീക്കം. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.